വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഒരു ഔട്ടിങ്ങും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് മുട്ടായി തെരുവിൻ്റെ അടുത്താണ്. അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഷാർജ ഷേക്കേനു. കാക്ക ഓർഡർ ചെയ്തത് എന്തോ കോക്ടെയിലോ അങ്ങനെ എന്തോ ഇനി. അപ്പോൾ ഞാനത് കുടിച്ചു. പിന്നെ ബില്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കാക്ക പോയി. അങ്ങനെ ഞങ്ങളിത് ആ മുട്ടായി തെരുവിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. കുറച്ചായി മുട്ടായി തെരുവ് വന്നിട്ട് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിലേക്ക് എത്താൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇനി വലുതായിട്ട് വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ അങ്ങനെ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ ചെരുപ്പ് വാങ്ങണം, അങ്ങനത്തെ ചെറിയ അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പോൾ ഷോപ്പിലെത്തി. ഷോപ്പിൽ ഡ്രസ്സ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. പാർട്ടി വെയർ ചുരിദാർ നോക്കാമെന്നാണ് വിചാരിച്ചത്. നോക്കട്ടെ കിട്ടുമോ എന്താ നോക്കാം. ഞങ്ങൾ ടോപ്പ് മാളൊന്ന് കയറി നോക്കാൻ വിചാരിച്ച്. അപ്പോൾ അവിടെ കയറിയതാണ്. കുഴപ്പമൊന്നുമില്ല, ചുരിദാറും പാർട്ടി വെയറൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റിയത് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ വാങ്ങി. ഇനി ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്നിട്ട് ഏതെങ്കിലും നല്ല ഷോപ്പ് കാണുകയാണെങ്കിൽ കയറാൻ വിചാരിച്ചു. മുട്ടായി തെരുവ് പിന്നെ നിറച്ച് ഷോപ്പാണ്. അങ്ങനെ പിന്നെ ചെരുപ്പും വാങ്ങി ഞങ്ങളിതാ ഇനി മുട്ടായി തെരുവിൽ നിന്ന് പോവുകയാണ്. ഇനി ഷോപ്പിംഗ് ഇനി കാക്കക്ക് എന്തെങ്കിലും വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് അപ്പോൾ ആകാശം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഉച്ച ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പോയത് തന്നെ ഒരു ഉച്ച ടൈമിൽ നല്ല വെയിലുള്ള സമയം. അപ്പോൾ ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ മുട്ടായി തെരുവിൽ നിന്ന് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് കയറി. മുഗൾ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ പിന്നെ ബിരിയാണി കഴിച്ച്. ഞങ്ങൾ രണ്ടാളും ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഒരു ഓൾഡ് തീമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഇനി. അപ്പോൾ അവിടുത്തെ ബിരിയാണി നല്ല രസമുണ്ട് എന്ന് കാക്ക പറഞ്ഞ്. അപ്പോൾ അവിടെ ഒന്ന് കയറി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന്. ഇന്നൂന് പിന്നെ ബിരിയാണി അങ്ങനെ കൊടുക്കലില്ല, അതുകൊണ്ട് ഓക്ക് കൊടുത്തില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ചുമരുമ്പിൽ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിനി കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന്. അങ്ങനെ പിന്നെ ഫുഡ് വന്ന് തൈരുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ബിരിയാണിയും അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്നും ഓളപ്പം കൂടി ട്രെയിൻ എന്തോ പോകുന്നുണ്ട് കൂടെ പറഞ്ഞിങ്ങാണ്ട് അത് കാണാൻ പോയി. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല രസമുണ്ടായി, നല്ല അടിപൊളി ബിരിയാണി. അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാളും പുറത്ത് തന്നെ ഉള്ളത്, വന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അക്വേറിയം ഉണ്ടേനി കാണാൻ. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചു. ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ അക്വേറിയത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇതാ ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ടിക്കറ്റ് മതിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കാക്കതിന് മുന്നിട്ട് ഒരൊറ്റ വന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മീനൊക്കെ കാണുമ്പോൾ ഇന്നൂൻ്റെ എക്സ്പ്രഷനും ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്ക് പേടി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാണാം. ഞാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, ഓളെ ഒരു ഇത് കാണാനുള്ള ഇതിലാണ് ഞാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മീനൊക്കെ ഉണ്ട് ഫസ്റ്റത്തെ അക്വേറിയത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് കാണാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്നൂന് മീനൊക്കെ കാണിച്ച് കൊടുക്കുകയാണ്. ഓക്ക് ചെറിയതായിട്ടൊരു പേടിയുണ്ട്, സന്തോഷമുണ്ട്.
അങ്ങനെ പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ ഉള്ളിലേക്കുള്ള വഴിക്കൂടെ ഞങ്ങൾ കാക്ക മുന്നിൽ പോയി, ഞാനും ഇന്നും കൂടി ഇങ്ങനെ ബാക്കിയുള്ള കുറച്ച് വെള്ളം ഇങ്ങനെ ഇതാകണമൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോ സൈഡിലും ഇങ്ങനെ ഓരോരോ സെറ്റപ്പായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങാണ്ട് ഞാൻ ഇന്നും കൂടി ഇന്നും അടലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ കുറച്ച് ചെടികളും പിന്നെ വെള്ളത്തിൻ്റെ ഒക്കെ സെറ്റപ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങാണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് നമ്മളിങ്ങോട്ട് കയറിയ വയ്യും, ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങണ വയ്യാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തിങ്ങാണ്ട് ഫസ്റ്റ് തന്നെ കുറേ മീൻ, പലതരം മീനിൻ്റെ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടുന്നതിനനുസരിച്ചാണ് ആൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ പോരുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് മുഹബത്ത് കാ സർബത്ത് പറഞ്ഞാണ്ടുള്ള ഷോപ്പ് കണ്ട. ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചിട്ട് ഷർബത്ത് കുടിച്ചിന്. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം ഇന്ന് ഒന്ന് കുടിക്കാൻ വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ ഞാൻ ഇന്നും കൂടി അവിടെ ഇരുന്ന് സർബത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. ബൈ ബൈ.